എല്ലാ കൂട്ടുകാർക്കും സജ്ജി റൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കടലക്കറി ഉണ്ടാക്കാം. എളുപ്പത്തിലൊരു കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ കടല 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തിട്ട് കഴിഞ്ഞാൽ 1-2 മണിക്കൂറിനുള്ളിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഏത് കടല വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കടല കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ വഴന്നു വരണം. അതിനുശേഷം കാശ്മീരി മുളക് പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ മൂത്ത് വരണം. അതിനുശേഷം നമുക്ക് തേങ്ങ വറുത്ത പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്ത് വെച്ച പൊടിയാണിത്. അതില്ലെങ്കിൽ മല്ലിപ്പൊടി ആയാലും മതി. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഉള്ളി തക്കാളിയും കൂടി ഇട്ട് ഇളക്കിയ ശേഷം നമ്മൾ കുതിർത്ത് വെച്ച കടല, ഉള്ളിയും തക്കാളി അരിഞ്ഞതാണ്, അത് കടലയും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 3 വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കാം. അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യമാണ്. ഇന്നലെ വൈകിട്ട് നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു ഇവിടെ. ഇന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിയായിട്ടുണ്ട്. ഇപ്പം നല്ല ചൂട് കാറ്റ് വീശുന്നുണ്ട്.